ഇറാനും ഹിസ്ബുള്ളയും ഇസ്രായേലിനെതിരെ ഉടൻ ആക്രമണം നടത്തുമെന്ന് G7 അംഗരാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ. അതേസമയം ആക്രമണത്തെ തടയാൻ ഇറാനിൽ മുൻകരുതൽ ആക്രമണം നടത്തുന്നതിന് ഇസ്രായേൽ ഗവൺമെന്റ് അനുമതി നൽകിയേക്കാമെന്ന് ഇസ്രായേലിലെ പ്രമുഖ ദിനപത്രമായ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. മുന്നറിയിപ്പിന് പിന്നാലെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകാതിരിക്കാൻ നയതന്ത്ര ശ്രമങ്ങൾ ഏകോപിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ആന്റണി ബ്ലിങ്കൻ G7 വിദേശകാര്യമന്ത്രിമാരുമായി ഒരു കോൺഫറൻസ് കോൾ വിളിച്ചു ചേർത്തതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രായേൽ പ്രദേശത്ത് ഹിസ്ബുള്ള കൂടുതൽ വ്യാപ്തിയിലുള്ള ആക്രമണം വർദ്ധിപ്പിക്കുമെന്ന് ഇറാൻ ശനിയാഴ്ച പറഞ്ഞിരുന്നു. സൈനിക സ്ഥാപനങ്ങളെ മാത്രമല്ല ഹിസ്ബുള്ള ലക്ഷ്യമിടുന്നതെന്നും വ്യക്തമാക്കപ്പെട്ടിരുന്നു. ഹിസ്ബുള്ളയുടെ മുതിർന്ന സൈനിക കമാൻഡറെ ഇസ്രായേൽ അടുത്തിടെ വധിച്ചിരുന്നു. ജൂലൈ 30-ന് തെക്കൻ ബെയ്റൂട്ടിൽ നടന്ന ഇസ്രായേൽ ആക്രമണത്തിലാണ് സൈനിക കമാൻഡർ കൊല്ലപ്പെട്ടത്. ഹമാസ് തലവൻ ഇസ്മായിൽ ഖനിയെ ടെഹ്റാനിൽ വെച്ച് കൊലപ്പെടുത്തിയത് ഇറാൻ ഇസ്രായേൽ സംഘർഷവും രൂക്ഷമാക്കിയിരുന്നു. ഇതോടെയാണ് മാസങ്ങളായി തുടരുന്ന ഹിസ്ബുള്ള തീവ്രവാദികളുമായി ഇസ്രായേൽ ഏറ്റുമുട്ടലുകൾ തുറന്ന യുദ്ധത്തിലേക്ക് വഴിമാറുന്നുവെന്ന ആശങ്കകൾ ശക്തമാകുന്നത്. 2023 ഒക്ടോബർ 7-ന് ഹമാസ് ആക്രമണത്തിന് പിന്നാലെയാണ് ഹിസ്ബുള്ള ഇസ്രായേലിന്റെ ലെബനൻ അതിർത്തി കേന്ദ്രീകരിച്ച് ആക്രമണം ശക്തിപ്പെടുത്തിയത്. ഇതിനു മുമ്പ് 2006-ലായിരുന്നു ഇരുവിഭാഗവും തമ്മിൽ തുറന്ന യുദ്ധത്തിൽ ഏർപ്പെട്ടത്. ഹിസ്ബുള്ളയ്ക്കും ഇസ്രായേലിനും ഇടയിലെ സംഘർഷം ശക്തമാകവേ ഇന്ത്യയുൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളുടെ എംബസികൾ അവരുടെ പൗരന്മാരോട് രാജ്യം വിടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേലിനെതിരെ നിഴൽയുദ്ധം നടത്തുന്നതിനായി ഇറാന്റെ പിന്തുണയിൽ 1980-ൽ രൂപീകരിക്കപ്പെട്ട ഭീകരസംഘമാണ് ഹിസ്ബുള്ള. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സാണ് ഹിസ്ബുള്ളയ്ക്ക് ധനസഹായവും ആയുധവും നൽകുന്നതെന്നും ആരോപണമുണ്ട്. ഇറാന്റെ ഷിയ ആശയം പിന്തുടരുന്ന ലെബനനിലെ മുസ്ലിം വിഭാഗത്തിൽ നിന്നാണ് ഹിസ്ബുള്ള ഭീകരെ റിക്രൂട്ട് ചെയ്യുന്നത്. ഇതിനിടെ ഇസ്രായേൽ അതിർത്തി കടന്നുള്ള ഇറാന്റെ ആക്രമണം തടയാൻ ഇറാനിൽ മുൻകരുതൽ ആക്രമണത്തിന് അനുമതി നൽകാൻ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അനുമതി നൽകിയേക്കാമെന്ന് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നെതന്യാഹു വിളിച്ചു ചേർത്ത യോഗത്തിൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലറ്റും IDF ചീഫ് ഓഫ് സ്റ്റാഫ് ഹെർസി ഹലേവിയും ഇസ്രായേലിലെ പ്രമുഖ രഹസ്യാന്വേഷണ ഏജൻസികളായ മൊസാദിന്റെയും ഷിൻബെറ്റിന്റെയും തലവന്മാരായ ഡേവിഡ് ബാർണിയ, റോണൻ ബാർ എന്നിവരും പങ്കെടുത്തതായും പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്.